ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് പോയത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി. ഇത് കരിക്കകം ക്ഷേത്രമാണ്. തിരുവനന്തപുരംകാർക്കൊക്കെ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ഷേത്രമായിരിക്കും. ഇത് തിരുവനന്തപുരംകാർക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യയിൽ ഏകദേശം 600 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഒത്തിരി രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഒത്തിരി പേര് കേട്ട ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ പോയി നമുക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ഷോപ്സിലൊക്കെ ഇതിന് പുറത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഹാരവും അതേപോലെ തന്നെ അകത്ത് വയ്ക്കാനായിട്ടുള്ള കുങ്കുമവും അങ്ങനത്തെ ഇതൊക്കെ കിട്ടും. നമുക്കൊരു നിലവിളക്ക് വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോപ്പിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ നേർച്ചയ്ക്ക് കൊടുക്കുന്ന കൂടുതൽ ഇങ്ങനത്തെ വിളക്കുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വിളക്കിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വാങ്ങിച്ച് അകത്ത് കൊണ്ടുപോയി വെച്ച് നമ്മളെല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു കേട്ടോ. ഇത് ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു കുളമാണ്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പോയപ്പോൾ നമ്മൾ അതിനകത്ത് മീനിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് സ്ഥലമുണ്ട്. അതായത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലം. പാർക്കിംഗ് ആയാലും നമുക്ക് ചെന്നിരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്ത് ഭയങ്കര പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ഇതിനകത്താണ് ഏറ്റവും ഭംഗി. അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉൾവശത്ത് അങ്ങനെ ആരും വീഡിയോ എടുത്ത് നിൽക്കില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഭംഗിയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ. ഇത് രഥമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇതിപ്പം നമ്മൾ പുറത്തിറങ്ങി വന്ന് ഇതിൻ്റെ പുറത്തായിട്ടാണ് നാഗദൈവങ്ങളെയൊക്കെ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ വന്ന് നമ്മളതെല്ലാം തൊഴുത് കഴിഞ്ഞു. ഇത് നക്ഷത്രവനമാണ്. അതായത് ഓരോ നക്ഷത്രങ്ങൾക്കും ഏതാണ് ഓരോരോ വൃക്ഷങ്ങളുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ പേര് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ നക്ഷത്രങ്ങളുടെയും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നാള് തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. അതങ്ങനെ അവസാനമാണ് കണ്ടുപിടിച്ചത്. ആ സൈഡിലായിട്ടായിരുന്നു, ആയില്യമായിരുന്നു. അങ്ങനെ അതിലൊക്കെ കുറേ നേരം നോക്കി നമ്മൾ നിന്നു. നേരത്തെ കാണിച്ചത് മറ്റേ നമ്മുടെ പാദരക്ഷകളൊന്നും ഇടരുതെന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് ചുവട്ടിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ അപ്പം നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് നോ പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യുക, ചെരുപ്പ് ഇടരുതെന്ന് പറഞ്ഞിടത്ത് ചെരുപ്പ് ഇടുക, വേസ്റ്റ് ഇടരുതെന്ന് പറയുന്നിടത്ത് കൊണ്ട് വേസ്റ്റ് ഇടുക, ഇതൊക്കെ പൊതുവെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതൊന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഭയങ്കര ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, മുളയുണ്ട്, അങ്ങനത്തെ ഒരുപാട് എന്ന് വെച്ചാൽ കൂടുതൽ ക്ഷേത്ര പരിസരത്തൊക്കെ കാണുന്ന ആല അങ്ങനത്തെ മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒത്തിരി തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് നോക്കി വന്നപ്പോഴത്തേന് ഇവിടെ എയർപോർട്ട് അടുത്താണ്. അപ്പം അവിടുന്ന് പ്ലെയിൻ പറന്ന് പോകുന്നതാണ്. പ്ലെയിൻ എപ്പോൾ കണ്ടാലും നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുമല്ലോ, എല്ലാവരും അങ്ങനെയാണോ. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്.